നമസ്കാരം, ശുഭത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി 5-ാം ദിനം സ്കന്ദമാതാ സങ്കല്പത്തിലാണ് നമ്മളിന്ന് ദേവിയെ ആരാധിക്കുന്നത്. നവദുർഗാ സങ്കല്പത്തിലെ 5-ാമത്തെ സങ്കല്പമാണ് സ്കന്ദമാതാ എന്ന് പറയുന്നത്. സ്കന്ദമാതാ ദേവി മാതൃത്വത്തിൻ്റെ ദേവിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ബാലരൂപം മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃരൂപമാണ് ഈ ദേവി. ഈ ഭാവത്തെ ആരാധിക്കുന്നത് വഴി ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. 4 കൈകളാണ് ദേവിക്കുള്ളത്. സിംഹമാണ് വാഹനം. ദേവിയുടെ മടിയിൽ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് 6 ശിരസോട് കൂടിയ ബാലമുരുകനുണ്ട്. മറ്റേതിൽ താമരപ്പൂവാണ്. ഇടതു കൈയിൽ വരദമുദ്രയും താമരപ്പൂവും ഉണ്ട്. ചൊവ്വാദോഷങ്ങൾ സ്കന്ദമാതാദേവിയെ ആരാധിക്കുന്നത് വഴി മാറും എന്നാണ് വിശ്വാസം. 6 ശിരസുള്ളത് കൊണ്ടാണ് മുരുകനെ അറുമുഖൻ എന്ന് വിളിക്കുന്നത്. സ്കന്ദമാതയെ ആരാധിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നത് വഴി ശിവഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിക്കും എന്ന സങ്കല്പം കൂടിയുണ്ട്. സ്കന്ദമാത ദേവി പത്മാസന എന്നിവയിലും അറിയപ്പെടുന്നുണ്ട്. പഞ്ചമി ദിനത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഊർജ്ജ കേന്ദ്രം, നമ്മുടെ ചക്രം എന്ന് പറയുന്നത് വിശുദ്ധി ചക്രയാണ്. ത്രോട്ട് ചക്ര എന്ന് പറയും. 5-ാമത്തെ പ്രാഥമിക ചക്രമാണ് ഇത്. വിശുദ്ധ എന്ന പദത്തിനർത്ഥം ശുദ്ധീകരണം, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം. ഈ ഒരു ചക്ര ക്ലിയറായാൽ നമുക്ക് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ആത്മാവിൽ നിന്ന് വരുന്ന സത്യം തുറന്നു പറയാൻ സാധിക്കും. ആത്മാവിൽ നിന്ന് വരുന്ന സത്യം പ്രകടിപ്പിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിൻ്റെയും സംസാരത്തിൻ്റെയും കേന്ദ്രമാണിത്. 16 ഇതളുകളുള്ള ഒരു താമര പുഷ്പമായിട്ടാണ് ഇന്ന് സങ്കല്പിക്കേണ്ടത്. 16 കഴിവുകളെ പ്രതിനിധീകരിക്കുന്നു എന്നും ഈ ഒരു സങ്കല്പം കൊണ്ട് നമുക്ക് പറയാം. നിറം നീലയാണ്. വിഷ്വലൈസ് ചെയ്യേണ്ട നിറം നീലയാണ്. 16 ഇതളുകൾ ഉള്ള നീലത്താമര വിഷ്വലൈസ് ചെയ്യാം. ഏകദേശം നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എനർജി, അതായത് വിശുദ്ധി ചക്രയുടെ എനർജി കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ നിർത്താതെയുള്ള സംസാരത്തിനും അനാവശ്യമായിട്ടുള്ള സംസാരത്തിലേക്കും വഴിതെളിക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ കൂടെ ധ്യാനം കൂടി ചെയ്യുന്നുണ്ട്. ധ്യാനത്തിന് മുന്നേ ആയിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ സ്വസ്ഥമായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അധികം ബഹളമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിലത്തോ പായ വിരിച്ചോ നിങ്ങൾക്കിരിക്കാവുന്നതാണ്. സോഫയിലോ കസേരയിലോ ഇരിക്കുകയാണെങ്കിൽ ചമ്രം അടഞ്ഞിരിക്കാം. ചാരി ഇരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഉറങ്ങിപ്പോവാതെ ശ്രദ്ധിക്കാം. സ്വസ്ഥമായി കണ്ണുകളടച്ച് ഇരിക്കാം. കൈ രണ്ടും കൂപ്പി ദുർഗാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ചെറുതായിട്ട് ഒന്ന് പുഞ്ചിരിക്കാം. ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈ രണ്ടും നിങ്ങളുടെ മടിയിൽ മലർത്തി വയ്ക്കുക. ഇന്ന് ബ്രീത്തിങ് ചെയ്യുന്നത് നിങ്ങളുടെ വയറുഭാഗം, നെഞ്ചുഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, ഈ 3 ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വയറിൻ്റെ ഭാഗം നന്നായിട്ട് വികസിച്ച് വരണം. നെഞ്ചിൻ്റെ ഭാഗവും നന്നായിട്ട് വികസിച്ച് വരണം. ഷോൾഡറും ശ്വാസം എടുക്കുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം കൂടി പൊങ്ങി വരണം. ഈ തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. 3 ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ഡീപ്പ് ബ്രീത്തിങ് എടുക്കാം. ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് ഇതേപോലെ വയറിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും താഴ്ന്നു വരുന്നതായിട്ട് മനസ്സിൽ കാണാം, അല്ലെങ്കിൽ അനുഭവിക്കാം. ഉയർന്നു വരുന്നത് നമ്മൾ അറിയണം. എക്സേൽ ചെയ്യുന്ന സമയത്ത് ശ്വാസം റിലീസ് ചെയ്യുന്നത് നമ്മൾ അറിയണം. ശ്വാസം എടുക്കുന്ന സമയത്ത് നല്ല ഒരു ഡിവൈൻ വൈറ്റ് നിറത്തിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു ദൈവിക എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എന്തെങ്കിലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള അടക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഇമോഷൻസ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ തുറന്ന് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പതിയെ ഇല്ലാതാവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിട്ട് മനസ്സിൽ കാണുക. ഓക്കെ, അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. ശ്വാസം നന്നായിട്ട് എടുക്കുക. 3 ഭാഗവും നന്നായിട്ട് വികസിച്ച് വരണം. ഷോൾഡർ ഉയർന്നു വരണം. ഓക്കെ, അത്രയും ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം നമ്മൾ. ഓക്കെ, സ്റ്റാർട്ടിങ്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്
പുറത്തേക്ക്. ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തുവിടുന്നതും വളരെ പതിയായിരിക്കണം. പതിയെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് അറിയണം. ഓക്കെ, ആ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഈ പ്രോസസ്സ് കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറയുന്നത് വരെ ഈ ശ്വാസം എടുത്ത് വിടുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി 3 പ്രാവശ്യം ഓം ചാൻഡിങ് ആണ് ചെയ്യേണ്ടത്. ഈ ഓം ചാൻഡിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് നമ്മുടെ ത്രോട്ട് ചക്രയിലാണ് നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 16 ഇതളുകളുള്ള ഒരു നീലത്താമര വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ട് നീലത്താമര 16 ഇതളുകളിൽ നീല നിറത്തിൽ വിഷ്വലൈസ് ചെയ്യാം. വളരെ ഭംഗിയുള്ള ഒരു നീലത്താമര മനസ്സിൽ കാണുക. ശേഷം ഒരു ഡിവൈൻ ലൈറ്റ് നിങ്ങളിലേക്ക് വന്ന് ഈ നീലത്താമര നന്നായിട്ട് കറങ്ങുന്നതായിട്ട് മനസ്സിൽ കാണുക. ആക്ടിവേഷൻ ആവുകയാണ് നിങ്ങളുടെ ത്രോട്ട് ചക്ര. പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള ഇമോഷൻസ് കൊണ്ട് നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഇന്നത് റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. മനസ്സിൽ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇനി ഓം ചാൻഡ് ചെയ്യാം. ഇത് എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ഓം ചാൻഡ് ചെയ്യാവുന്നതാണ്. പ്രാണായാമം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഭ്രമരി പ്രാണായാമം ചെയ്യുന്നവരാണെങ്കിൽ ഇത് ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓം ചാൻഡ് ചെയ്താൽ മതിയാവും. ഓം മന്ത്ര ചൊല്ലുക. എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാം. ഇത് കൂടുതൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര അല്ലെങ്കിൽ വിശുദ്ധി ചക്ര ആക്ടിവേഷൻ ചെയ്യുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് ദേവീ കീർത്തനങ്ങൾ പാടാം, ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം, നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ തുറന്ന് പറയാം ആരോടെങ്കിലും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ത്രോട്ട് ചക്ര ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഇനി കൈകൾ രണ്ടും കൂപ്പി നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് കൈകൾ കൊണ്ടുവരിക. ശേഷം മനസ്സിൽ സ്കന്ധമാതാ ദേവിയുടെ രൂപം മനസ്സിൽ കാണുക. ശേഷം നമുക്ക് ദേവിയെ സ്തുതിക്കാം. ഓം ദേവി സ്കന്ധമാത്രേ നമഃ. ഓം ദേവി സ്കന്ധമാത്രേ നമഃ. ഓം ദേവി സ്കന്ധമാത്രേ നമഃ. സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരത്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാതാ യശസ്വിനി. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ശേഷം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ധ്യാനത്തിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.